നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു നിർണായക വിധി ദിനമാണല്ലോ. 2017 ഫെബ്രുവരി 17 കേരളത്തിലെ ഏറ്റവും വികസിതമായ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ കേരളത്തിലെ പ്രമുഖ നടി ബലാത്സംഗം ചെയ്യപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. 3215 ദിവസത്തിനിപ്പുറം ആ കേസിൽ വിധി വരുമ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട ദിലീപ് ഉൾപ്പെടെ 3 പ്രതികൾ കുറ്റവിമുക്തരായി. കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം, ക്യാമറയിൽ ചിത്രീകരിച്ച ബലാത്സംഗം, കൊട്ടേഷൻ ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞിട്ടും പ്രതികൾക്ക് പിന്മാറാൻ കഴിയാതിരുന്ന ആ കുറ്റകൃത്യം ആർക്കു വേണ്ടിയെന്ന ചോദ്യം ഈ വിധി ദിനത്തിൽ ബാക്കിയാകുന്നു. ബലാത്സംഗ കേസുകളിൽ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കൂടുമ്പോഴും ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വെറും 27% മാത്രമാണ്. നിയമ സംവിധാനങ്ങളുടെ പഴുതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർ 73%. ഭാവി ഓർത്ത് മിണ്ടാതിരിക്കുന്നവർക്ക് മുന്നിൽ ധൈര്യത്തോടെ പോരാടി നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ചവളാണ് അതിജീവിത. മലയാള സിനിമയിലെ മേലാളന്മാരെ തിരുത്തിയവൾ, സിനിമയിലെ സ്ത്രീ ചൂഷണവും പവർ ഗ്രൂപ്പും തുറന്നു കാണിച്ചവൾ, പൊരുതാനുറപ്പിച്ച തീരുമാനത്തിലൂടെ കേരള സമൂഹത്തിന്റെ ചിന്താഗതിയെ തന്നെ നേർവഴിക്ക് നയിച്ചവൾ, പണവും പവറും ഉപയോഗിച്ച് നിർമ്മിക്കാൻ ശ്രമിച്ച പൊതുബോധത്തിനപ്പുറം നിന്ന സമൂഹം ഇന്നും അവൾക്കൊപ്പമാണ്. നീതി തേടിയുള്ള അവളുടെ തുടരുന്ന പോരാട്ടത്തിനൊപ്പം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസിലാണ് ഇന്ന് വിധി വന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതി ഇന്ന് നിർണായക വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ ഇന്ന് വിധി പറഞ്ഞത്. മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായാണ് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ ദിലീപ് രംഗത്തെത്തിയിരിക്കുന്നത്. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അതിജീവിത ഉടൻ പ്രതികരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൾക്കൊപ്പം എന്ന പോസ്റ്റർ ഉയർത്തി അതിജീവിതയെ ചേർത്ത് പിടിക്കുകയാണ് WCC അംഗങ്ങളും പൊതുസമൂഹവും. കേസിലെ വിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി എന്ന സുനിൽ കുമാർ, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ് VP, സലിം എന്ന വടിവാൾ സലിം, പ്രദീപ്, ഈ 6 പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരെല്ലാം കുറ്റക്കാരാണ് എന്ന് ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. 6 പ്രതികളുടെയും ശിക്ഷയിൽ ഈ മാസം 12 കോടതി വിധി പറയും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ദിലീപിനൊപ്പം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരായിരുന്നു വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. നിലവിൽ ജാമ്യത്തിലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും. ഇതൊക്കെയാണ് ഇന്നുണ്ടായിട്ടുള്ള നടപടികൾ. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് കുറ്റക്കാരെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം ഈ വിധി വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടായി. ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ആർപ്പുവിളികളോടെ ദിലീപിന്റെ കാത്തുനിന്ന ആരാധകർ ദിലീപിനെ സ്വീകരിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങളോട്
പ്രതികരിക്കാത്ത ഒരു സമീപനമായിരുന്നു ദിലീപ് കഴിഞ്ഞ കുറെ നാളുകളായി സ്വീകരിച്ചിരുന്നത്. പതിവ് പോലെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെയായിരുന്നു കോടതിയിലേക്ക് ദിലീപ് കടന്നുപോയത്. എന്നാൽ ഈ വിധി വരും മുമ്പ് തന്നെ കോടതി പരിസരത്ത് ആഘോഷത്തിനുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങിയിരുന്നു ദിലീപ് അനുകൂലികൾ. വിധിക്ക് ശേഷം ഇതുപോലെ വലിയ ആർപ്പുവിളികൾക്കിടയിലൂടെ പുറത്തേക്ക് വന്ന ദിലീപ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു പുറത്തേക്ക് വന്നത്. ആദ്യ പ്രതികരണത്തിൽ സത്യം ജയിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണം, ഒപ്പം അഭിഭാഷകൻ ഉൾപ്പെടെ തന്നോടൊപ്പം നിന്നവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് സംസാരിച്ചത്. മഞ്ജു വാര്യരെയും പോലീസിനെയും ഉന്നമുട്ടുള്ള ചില പ്രതികരണങ്ങളും ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 വർഷം ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഖ്യാമം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ദിലീപിന്റെ ആദ്യ പ്രതികരണം, നമുക്ക് ആ പ്രതികരണത്തിൽ തന്നെ ഇതിൽ നിന്ന് ഊരിയെടുത്ത അഭിഭാഷകർക്കുള്ള വലിയ നന്ദി പ്രകടനം കാണാം. അതുപോലെ തന്നെ ഈ കോടതി വിധി വന്നതിന് ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന ദിലീപ് ആദ്യം പോയത് വിധി വന്നതിന് ശേഷം രാമൻ പിള്ളയെ വീട്ടിലെത്തി കാണാനാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ രാമൻ പിള്ളയെ വീട്ടിലെത്തി കാണാനാണ് പോയത്. കാലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു രാമൻ പിള്ളയുടെ വീട്ടിലേക്ക് ദിലീപ് എത്തുന്നു. അവിടെയും ഇതുപോലെയുള്ള നന്ദി പ്രകടനങ്ങളും വലിയ രീതിയിലുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. കാലിലെ ശസ്ത്രക്രിയ ആയതിനാലാണ് അദ്ദേഹത്തിന് കോടതിയിലേക്ക് ഒന്നും എത്താൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായത്. അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തെളിവില്ലാത്ത മറ്റൊരു കേസ് കണ്ടിട്ടില്ല എന്നതാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഇന്ന് പ്രതികരിച്ചത്. 2022 അവസാനിക്കേണ്ട കേസ് പ്രോസിക്യൂഷൻ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നും ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. നൂറ്റാണ്ട് കഴിഞ്ഞ കേസാണ് സമയത്ത് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ജാമ്യം കണ്ടിട്ടുമില്ല. ഒരു കള്ളക്കേസ്, അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. ഒന്നുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരാകില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. കോടതി മുറ്റത്തും ആലുവയിലെ വീടിന് മുന്നിലുമൊക്കെ വലിയ ജനക്കൂട്ടമാണ് ദിലീപിനെ വരവേൽക്കാൻ കാത്തുനിന്നത്. ഈ അഭിഭാഷകനെ കണ്ടതിന് ശേഷം, രാമൻ പിള്ളയെ കണ്ടതിന് ശേഷം ദിലീപ് ആലുവയിലെ വീട്ടിലേക്കാണ് എത്തിയത്. അവിടെ വലിയ രീതിയിലുള്ള
ആരാധകരുടെ കൂട്ടമുണ്ടായിരുന്നു. അവർ ഇതുപോലെ ആർപ്പുവിളികളോടെ ദിലീപിനെ സ്വീകരിച്ചു. ദിലീപ് അവരെ കൈവീശി കാണിച്ചതിന് ശേഷം വീടിനകത്തേക്ക് പോവുകയായിരുന്നു. നേരിട്ട് ഉൾപ്പെട്ട 6 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോഴും ഗൂഢാലോചന കുറ്റം ആരോപിച്ച ദിലീപിനെതിരെ തെളിവില്ല എന്ന് വിധി വന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയത്തിൽ ഉടൻ പ്രതികരിക്കുന്നില്ല എന്നതാണ് അതിജീവിത എടുത്തിട്ടുള്ള നിലപാട്. അതേസമയം അവൾക്കൊപ്പം എന്ന പോസ്റ്റർ ഉയർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയ്ക്ക് പിന്തുണ അർപ്പിച്ചിരിക്കുകയാണ് WCC അംഗങ്ങളും ഒപ്പം അതിജീവിതയെ അനുകൂലിക്കുന്നവരും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചതായും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുമാണ് നിയമമന്ത്രി P. രാജീവ് ഇതിനോട് പ്രതികരിച്ചത്. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പം എന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടിട്ടുള്ളതെന്നും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കിയാകുന്നു എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ പരമായ ഇടപെടലുകൾ ഈ കേസിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. സർക്കാർ എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് ദിലീപ് എന്ന വ്യക്തി 85 ദിവസം ജയിലിൽ കഴിയുന്നതിന് കാരണമായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് ഇനി ഈ കേസിൽ അപ്പീൽ ഉണ്ടാകും എന്ന ശക്തമായ നിലപാടുകൾ വരുന്നത്. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ വ്യക്തമാക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. പോലീസ് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറ്റം തെളിയിക്കപ്പെട്ടു, അത് പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു. എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു. ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെന്റ് നൽകും. വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല. വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വിധിയുടെ പൂർണ്ണരൂപം വരട്ടെ, അത് ഗവൺമെന്റ് പരിശോധിക്കും. നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിന്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും. അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് CPIM എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിന്റെ ഉത്തരവാദികൾ ആരാണിതിന്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെന്റ് ആ നിലപാട് തന്നെ സ്വീകരിക്കും.
CPIM ഉറച്ച നിലപാടാണ്, അതിജീവിതക്കൊപ്പമാണ്. ആ നിമിഷം മുതൽ ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്യാൻ ആരാണ് തുണയായത്? ആരുടെ പിൻബലമാണ് അത് സഹായിച്ചത്? അവർക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളൂ. തൽക്കാലം കോടതി അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇതിനപ്പുറവും കോടതി ഉണ്ടല്ലോ, വിചാരണയും ഉണ്ടാകും. അത്തരം കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇതിൻ്റെ പുറകിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഈ വിധിയിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ല എന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പരാജയമാണ് ഇത് എന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പ്രതികരണം. ദിലീപിനെ വെറുതെ വിട്ടതിൽ സർക്കാർ അപ്പീൽ പോകുന്നത് സ്വാഭാവിക നടപടിയാണ്. ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം കൂടുതൽ പ്രതികരണം ഈ വിഷയത്തിൽ നടത്താമെന്നതുകൂടിയാണ് VD സതീശൻ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരും ഇതിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാതെ പോയതിലുള്ള ഒരു നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. നടി ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർപ്പിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ്, അതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്ക് ഉണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് സർക്കാർ അപ്പീൽ പോകണമെന്ന് അല്ല, തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ. ഈ കേസിൽ അപ്പീൽ പോകുമല്ലോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സർക്കാർ അപ്പീൽ പോകും. കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കും. അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി, ഇവിടെ വിചാരണയൊന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. 8 വർഷമായി ഈ സംഭവം നടന്നിട്ട് അതിനുശേഷമാണ് ഈ വിധി വരുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. താരസംഘടനയായ അമ്മയുടെയും മലയാള സിനിമയെ അടക്കി വാഴുന്നവരുടെയും സ്ത്രീ വിരുദ്ധ നിലപാടുകൾ പൊതുസമൂഹം നേരിൽ കണ്ട ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഈ കേസ് കടന്നുപോയിട്ടുണ്ട്. ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്നാണ് അമ്മ എന്ന സംഘടന ദിലീപിനെ പുറത്താക്കിയത്. 2020 ഉൾപ്പെടെ ചിത്രങ്ങൾ നിർമ്മിച്ച് മലയാള സിനിമയിലെ ഏറ്റവും കരുത്തനായി ദിലീപ് സംഘടനയിൽ നിന്ന് പുറത്തുപോയി ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും കരുത്തനായി നിൽക്കുന്ന സമയത്താണ് ദിലീപിനെതിരെ ഇങ്ങനെ ആരോപണം വരികയും ദിലീപ് ആ സംഘടനയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടിയും വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും നിലപാടിലെ ഇരട്ടത്താപ്പ് പുറത്താകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇരയോടൊപ്പമെന്നും വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന മോഹൻലാലിന്റെ നിലപാട് ചർച്ചയായി. അങ്ങനെ മടിച്ചാണ് നടപടിക്ക് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ താരസംഘടന എത്തിയത്. അങ്ങനെ ഒരു നടപടി എടുക്കാൻ അവർ നിർബന്ധിതരായത്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിധി വരുമ്പോൾ വളരെ വേഗത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് കൂടി നമ്മൾ കാണണം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെയെന്നും അമ്മ എന്ന സംഘടന കോടതിയെ ബഹുമാനിക്കുന്നു എന്നുമാണ് AMMAയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ആദ്യമുണ്ടായിരിക്കുന്നത്. അതൊരു ഫേസ്ബുക്ക് കുറിപ്പിലാണ് താരസംഘടനയുടെ പ്രതികരണം വന്നത്. എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്, ആർക്കൊപ്പമാണ് എന്നതിൻ്റെ വ്യക്തത ഈ പ്രതികരണത്തിലും ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. നേരത്തെ ഇരയ്ക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം എന്ന സൂചന നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്ത സംഘടനയാണ്. അതുപോലുള്ള ഒരു സസ്പെൻസ് ഈ പ്രതികരണത്തിലും അവർ ബാക്കി വെച്ചിരിക്കുന്നു. ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്നാണ് വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. ഫെഫ്ക അംഗങ്ങളെ ഒരു മര്യാദയുമില്ലാതെ പോലീസ് ചോദ്യം ചെയ്ത കേസാണ് ഇത് എന്നത് പറയുന്നു. മലയാള സിനിമയെ
പല ചാലുകളിലേക്ക് ഈ കേസ് മാറ്റിയെന്ന് പറയുന്നു. വിധിയിൽ അമിതാഹ്ലാദമോ പ്രതിഷേധമോ ഇല്ല എന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനിക്കും. അപ്പോൾ എത്ര വേഗത്തിലാണ് തിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് സംഘടനകൾ കടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. സിനിമയുടെ മുഖ്യധാരയിലേക്ക്, സംഘാടനത്തിന്റെ മുഖ്യധാരയിലേക്ക് ദിലീപിന്റെ തിരിച്ചുവരവ് ഇവിടെ തുടങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്നത്. നേരത്തെ മുതൽ തന്നെ ന്യൂസ് 18-ലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ കേസിന്റെ വിധി വരുമ്പോൾ തന്നെ ഇതിന്റെ പശ്ചാത്തലം പ്രേക്ഷകർ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. 2017 ജൂലൈ 10-നാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഒക്ടോബറിൽ 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത്. അന്വേഷണ സംവിധാനങ്ങളെയും പൊതുബോധത്തെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പണവും പവറും ഒഴുക്കിയ കേസിൽ സർക്കാരും പൊതുസമൂഹവും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ഒരു കേസുകൂടിയാണ് ഇത്. ഫാൻസിനെ ഇളക്കിവിട്ടും സിനിമാ വ്യവസായത്തിലെ ശക്തി ഉപയോഗിച്ചും നടത്തിയ സമൂഹ മാധ്യമ പ്രചാരണം പോലും അവഗണിച്ചാണ് ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെ കേസിൽ സംഭവിച്ചത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ 90ഓളം ഹർജികളാണ് വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ദിലീപ് നൽകിയത്. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചും മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് ചൂണ്ടിക്കാണിച്ചും അതിജീവിതയ്ക്കും ഏറെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്ന കേസ് കൂടിയാണ് ഇത്. അപ്പോൾ ആ പോരാട്ടങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇന്ന് ആ കേസിൽ വിധി വരുന്നത്. പക്ഷേ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയ ഒരു സാഹചര്യം. നിയമ നടപടികൾ തുടരും എന്നതാണ് അതിജീവിത നൽകുന്ന സൂചന. ഒപ്പം പ്രോസിക്യൂഷനും അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണ്. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം തുറന്നു കാട്ടാൻ, അവിടെ ചെറുതെങ്കിലും ചില തിരുത്തലുകൾക്ക് തുടക്കമിടാൻ നടി ആക്രമിക്കപ്പെട്ട കേസ് വഴിവെച്ചത് നമ്മൾ കണ്ടതാണ്. താരസംഘടനയായ അമ്മയിൽ നിന്ന് വനിതാ അംഗങ്ങൾ രാജിവെച്ച് പുറത്തുവന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന തുടങ്ങാൻ ഈ കേസ് പ്രേരകമായി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് WCC അംഗങ്ങൾ നൽകിയ പരാതിയിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. സിനിമാ സെറ്റുകളിൽ പോഷ് ആക്ട് നടപ്പിലാക്കിയത് ഇതിനുശേഷമാണ്. 4 വർഷം ഉറങ്ങിയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലെ ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിജീവിതയുടെ പ്രതികരണവും തീരുമാനവുമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതുപോലെയുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പോരാട്ടത്തിനൊപ്പം പിന്തുണയറിയിച്ച് കാത്തിരിക്കുകയാണ് അതിജീവിതയെ സ്നേഹിക്കുന്ന, അതിജീവിതയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ദിനത്തിലെ മറ്റൊരു സൂചനയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് നയിച്ച സംഭവം? നമുക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപിന് അതിജീവിതയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് അന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത അതിനീചമായ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. അത് 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യർ, 2ാം ഭാര്യ കാവ്യ, അതിജീവിത എന്നിവരുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിരുന്നു. ദിലീപ് കാവ്യ വിവാഹം നടന്ന് 3 മാസം പിന്നിടുമ്പോഴാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദിലീപ് ആദ്യ പ്രതികരണത്തിൽ ആരോപണം ഉന്നയിച്ചത് മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ. ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയതെന്നാണ് ദിലീപ് ആരോപിച്ചത്. വിധിക്ക് പിന്നാലെ ദിലീപ് പുതിയ പോർമുഖം തുറക്കുന്നതിന്റെ സൂചനയാണോ ഇത്? ആ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒറ്റ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നടന്ന അതിക്രമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആദ്യം ആളുകൾ അങ്ങനെ ധരിച്ചിരുന്ന സംഭവത്തിന് പിന്നിലെ ഹീനമായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ കടന്നുവരുന്നത് ഒരു പ്രസംഗത്തിൽ നിന്നാണ്. 2017 ഫെബ്രുവരി 17 രാത്രി നടിക്കെതിരെ അതിക്രമം നടന്നതിന് പിന്നാലെ ഫെബ്രുവരി 19 എറണാകുളം
ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒത്തുചേർന്നിരുന്നു. അവിടെ ഒത്തുകൂടിയവരെല്ലാം അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. നടിക്കെതിരെ നടന്ന ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് അവരെല്ലാം സംസാരിച്ചു. ആ കൂട്ടായ്മയിൽ വെച്ചാണ് മഞ്ജു വാര്യരും സംസാരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സിനിമാ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകണമെന്നും മഞ്ജു വാര്യർ അവിടെ വെച്ച് പറഞ്ഞു. കൃത്യമായി മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇവിടെ ഇരിക്കുന്ന പലരെയും സുരക്ഷിതരായി വീടുകളിൽ എത്തിച്ച ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം തിരിച്ചു കിട്ടാനുള്ള അർഹത സ്ത്രീക്കുണ്ട്. ആ സന്ദേശമാണ് എല്ലാവർക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് മഞ്ജു വാര്യർ അവിടെ പറഞ്ഞത്. അപ്പോൾ ആ പഴയ പ്രസംഗം അതൊന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അപ്പോ ഇവിടെ ആ പ്രസംഗത്തിൽ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം മഞ്ജു വാര്യർ ശക്തമായി തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തത്. തന്റെ സുഹൃത്തിനും സഹപ്രവർത്തകയ്ക്കുമൊപ്പം അവർ എല്ലാ കാലവും ഉറച്ചു നിന്നു. 2017 ജൂൺ 21 മഞ്ജു വാര്യർ കേസിൽ മൊഴി നൽകുന്നത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നെന്നും ഇത് ദിലീപിൽ വൈരാഗ്യമുണ്ടാക്കി എന്നുമായിരുന്നു മഞ്ജുവിന്റെ മൊഴി. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾക്കൊപ്പം മഞ്ജു വാര്യരുടെ മൊഴി കൂടി ചേർത്താണ് ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായി ചേർക്കുന്നത്. 2022 ഏപ്രിൽ 8 തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവിനെ വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. കേസിൽ പ്രധാനമായ ചില ശബ്ദരേഖകൾ ദിലീപിന്റേതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം വിളിച്ചത്. മഞ്ജു അത് കേൾക്കുകയും ദിലീപിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ സമയത്തും ഡിജിറ്റൽ തെളിവുകളിലെ ദിലീപിന്റെ ശബ്ദവും മറ്റും സ്ഥിരീകരിക്കാനും അന്വേഷണ സംഘം മഞ്ജുവിന്റെ സഹായം തേടിയിരുന്നു. അന്നും അതിനൊപ്പം മഞ്ജു വാര്യർ നിന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഒന്നും പറഞ്ഞതിൽ നിന്ന് മഞ്ജു വാര്യർ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യം ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തിയേകുന്ന മൊഴികൾ സിനിമാ രംഗത്തെ മറ്റ് പല സഹപ്രവർത്തകരും നൽകിയിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവരിൽ പലരും പോലീസിന് നൽകിയ മൊഴി പിന്നീട് മാറ്റിപ്പറഞ്ഞു. ഏതാണ്ട് 28 പേരാണ് ഇതിൽ കൂറുമാറിയ സാക്ഷികൾ. പക്ഷേ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളിൽ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്നു. കേസിന്റെ വിചാരണ വർഷങ്ങൾ കടന്നുപോയപ്പോഴും ഒരു തവണ പോലും മഞ്ജു നിലപാട് മാറ്റിയില്ല. പലതവണ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമവഴികളിൽ വരേണ്ടി വന്നപ്പോഴും മഞ്ജു വാര്യർ വാക്കുകളിൽ ഉറച്ചു നിന്നു. അതിനോടൊപ്പം സഹകരിച്ചു. ദിലീപുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ ദിലീപിനെതിരെ നിലപാടുകൾ എടുക്കുക എന്നത്, അതിൽ ഉറച്ചു നിൽക്കുക എന്നത് മഞ്ജു വാര്യർക്ക് അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല. മഞ്ജു വാര്യർക്കെന്നല്ല, സിനിമയിലെ ആർക്കും ആ കാലഘട്ടത്തിൽ അത് എളുപ്പമായിരുന്നില്ല. പക്ഷേ ആ കാലയളവിൽ വ്യക്തിപരമായും സിനിമാ രംഗത്ത് നിന്നും അവർ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ട സമയമുണ്ടായിരുന്നു. അവരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും നിറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു വന്ന മഞ്ജുവിനെ ചിത്രങ്ങളിൽ നിന്നും അഭിനേതാക്കളെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമങ്ങൾ നടന്നു. പലതിനും പിന്നിൽ ദിലീപും സംഘവുമാണ് എന്ന സംശയങ്ങളൊക്കെ അന്നും ഉയർന്നതാണ്. ചില തെളിവുകളും ഒക്കെ അക്കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും മഞ്ജു വാര്യറിനെ പിന്തിരിപ്പിക്കാനായില്ല. മഞ്ജു വാര്യർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. ഈ കേസിന്റെ അവസാനം വരെയും മഞ്ജു വാര്യർ അതിൽ ഉറച്ചു നിന്നു. പോലീസിലും കോടതിയിലും നൽകിയ മൊഴികളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല, വെള്ളം ചേർത്തില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിൽ തന്നെയായിരുന്നു മഞ്ജു വാര്യർ. ഇതാണ് ഈ കേസിനെ ഈ വഴിക്കൊക്കെ എത്തിച്ചത്. അതിജീവിതയ്ക്ക് ബലമേറിയതിൽ മഞ്ജു വാര്യറിന്റെ മൊഴികൾക്ക്, നിലപാടുകൾക്ക് ഒക്കെ പ്രാധാന്യമുണ്ട്. കേസിന്റെ അന്വേഷണ ഗതി ഈ രീതിയിൽ തിരിച്ചുവിട്ടതിലും മഞ്ജു വാര്യറിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയുള്ള ദിലീപിന്റെ വാക്കുകൾ വരുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞത് മുതലാണ് എനിക്കെതിരെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച്, ഒപ്പം അവരുടെ ആ പ്രതിയുടെ കൂട്ടാളികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞതെന്നാണ് ദിലീപ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്.
പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും ഒത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ഇത് പ്രചരിപ്പിച്ചു എന്ന് ദിലീപ് പറയുന്നു. ആ കള്ളക്കഥയാണ് ഇന്ന് തകർന്നത് എന്നതാണ് ദിലീപ് പറയുന്നത്. യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെ എന്ന് ദിലീപ് പറയുന്നു. തന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഗൂഢാലോചന നടത്തിയത് എന്നതാണ് ദിലീപിന്റെ ഇരവാദം. ഇന്ന് ആദ്യം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ദിലീപ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന കേൾക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മഞ്ജു വാര്യരോട് ദിലീപിന് കടുത്ത പകയുണ്ട് എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വാ തുറന്നത് തന്നെ മഞ്ജുവിനോടുള്ള പക വെളിവാക്കിക്കൊണ്ടാണ്. ദിലീപിന്റെ ശരീരഭാഷയിൽ തന്നെ അഹങ്കാരമായിരുന്നു. കോടതിയിലേക്ക് കയറിപ്പോകുമ്പോഴുള്ള ശരീരഭാഷയായിരുന്നില്ല ദിലീപിന് തിരിച്ചിറങ്ങുമ്പോൾ. മാധ്യമങ്ങളോടുള്ള അടങ്ങാത്ത ദേഷ്യവും പകയും അവിടെ വെച്ച് തന്നെ ദിലീപ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയട്ടെ എന്നതായിരുന്നു ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മഞ്ജുവിനും ദിലീപിനും കാവ്യയ്ക്കും അതിജീവിതയ്ക്കും ഇടയിൽ നടന്ന സംഭവങ്ങളുടെ പ്രതികാരമായിരുന്നു അന്ന് ആ രാത്രിയിൽ സംഭവിച്ചത്. ഇതിൽ നടിയുടെ മൊഴി വളരെ പ്രസക്തമാണ്. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. ദിലീപും ആദ്യ ഭാര്യ മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നതായി നടി പറഞ്ഞു. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് ഈ വിരോധത്തിന് കാരണമെന്ന് നടി ആവർത്തിച്ച് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. 2012 ലണ്ടൻ യാത്രക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു എന്നത് നടി പറഞ്ഞിട്ടുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനെന്നായിരുന്നു അതിജീവിതയോട് ദിലീപ് ചോദിച്ചത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നായിരുന്നു ദിലീപ് ഭീഷണിപ്പെടുത്തിയതെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിജീവിത നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാലാണ് അന്ന് കൃത്യം നടക്കാതിരുന്നത്. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത്. കാവ്യ മാധവന് അതിജീവിതയോട് പകയുണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡുമായി പൾസർ സുനി കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലേക്ക് എത്തിയിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ കാവ്യയ്ക്കും ദിലീപിനും അതിജീവിതയ്ക്കും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ച കേസാണ് ഇത്. ആ കേസിൽ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ദിലീപിന് ഇപ്പോൾ ആ കേസിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോഴാണ് മഞ്ജു വാര്യർക്കെതിരെ വലിയ രീതിയിൽ പരാമർശവുമായി ദിലീപ് രംഗത്ത് വരുന്നത്. ദിലീപിന് ജനപ്രിയ നായകൻ എന്ന നിലയിൽ നിന്ന് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ട നടനിലേക്ക് കൂപ്പ് കുത്തേണ്ടി വന്നത് ഈ 8 വർഷത്തെ കാലയളവിലാണ്. മലയാള സിനിമയെ അടക്കിവാണ ദിലീപ് ആരുമല്ലാതായി മാറി മലയാള സിനിമയ്ക്ക്. വിവാഹത്തിന് ശേഷം 14 വർഷം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന മഞ്ജു എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് കരിയറിൽ അവിസ്മരണീയമായ കുതിച്ചുചാട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി. അതിനും നമ്മളൊക്കെ സാക്ഷിയാണ്. അവിടെയാണ് ദിലീപ് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ പുറത്തേക്ക് വരുമ്പോൾ ആദ്യ പ്രതികരണത്തിൽ മഞ്ജുവിനെതിരെ രംഗത്ത് വരുന്നത്. സമൂഹ മാധ്യമത്തിൽ ഇതിനോടകം തന്നെ ദിലീപിന്റെ ഈ പ്രതികരണം വന്നതിന് ശേഷം മഞ്ജുവിനെതിരായ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും പിന്നിൽ നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ മഞ്ജു വാര്യർക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം സൃഷ്ടിച്ചത് ദിലീപാണ്.
പക ഉള്ളിലൊതുക്കിയ ദിലീപ് പുതിയ പോർമുഖം തുറക്കുന്നു എന്ന സംശയം ജനിപ്പിക്കുന്നതും അവിടെയാണ്. മഞ്ജു തുടങ്ങിവെച്ചു തനിക്കെതിരെ ഗൂഢാലോചന കുറ്റം എന്ന ആരോപണം. അവിടെ നിന്നാണ് തനിക്ക് എല്ലാ നഷ്ടങ്ങളും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പോർമുഖ തുറന്നുകൊണ്ട് ദിലീപ് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ദിലീപിന്റെ അനുയായികൾ, ആരാധകർ ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടുള്ള ആക്രമണം സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കേരളം കാത്തിരുന്ന കേസിലെ ഇന്ന് നടന്ന സംഭവങ്ങൾ. വിശദാംശങ്ങൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി വരണം, ഇടവേളയ്ക്ക് ശേഷം. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുകയാണ്. രാഹുലിന്റെ അറസ്റ്റ് മറ്റന്നാൾ വരെ കോടതി തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റന്നാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു കോടതി എന്ന ആശ്വാസകരമായ നിലപാടാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. ഒളിവിൽ ആഡംബര ജീവിതം നയിക്കുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആദ്യ കേസിൽ അറസ്റ്റ് സാധ്യമായിരുന്നില്ല. അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നതാണ്. പക്ഷേ രണ്ടാം കേസിൽ ഇന്ന് വരെ ഈ കോടതി ഉത്തരവ് വരെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ അറസ്റ്റ് സാധ്യമായില്ല. രാഹുലിന്റെ ഒളി സങ്കേതം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം മറ്റന്നാൾ മുൻകൂർ ജാമ്യം വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ദിവസം രാഹുലിന് പിന്നാലെ ഓടിയ അന്വേഷണ സംഘത്തിന് അല്പം റെസ്റ്റ് എടുക്കാനുള്ള ദിവസം കിട്ടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് എന്താണ് കോടതിയിൽ നടന്നതെന്ന് നോക്കിയാൽ ഞെട്ടിക്കുന്ന മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിൽ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഇതിന്റെ സൂചനകൾ നമ്മൾ ഇമെയിലായി KPCC അധ്യക്ഷൻ അയച്ച പരാതിയിലൂടെ മനസ്സിലാക്കിയിരുന്നതാണ്. അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് മൊഴിയിലൂടെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു. അത് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു എന്നത് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശാരീരികമായി പരിക്കേൽപ്പിച്ചെന്നും നിരന്തരം ശല്യം ചെയ്തു എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. രാഹുലിനെതിരെ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിക്ക് നിലവിൽ 23 വയസ്സാണ് പ്രായമുള്ളത്. 21 വയസ്സ് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നപ്പോഴാണ് രാഹുലിന്റെ അതിക്രൂരമായ ബലാത്സംഗം നടക്കുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ കണ്ട് ആ ബന്ധം പുതുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു. ആവർത്തിച്ചുള്ള ഈ ഇത്തരം വാഗ്ദാനങ്ങൾ വന്നപ്പോൾ ആ പെൺകുട്ടി അത് കുടുംബത്തെ അറിയിക്കുന്നുണ്ട്. അവർ ആദ്യം അതിനോട് അനുകൂലമായി സമീപിച്ചിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ അനുകൂല സിഗ്നൽ നൽകുന്നു. അങ്ങനെ ആവർത്തിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ഒരിക്കൽ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്നതായിരുന്നു ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. ഫെനി ഡൈനാന്റെ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അയാൾക്കൊപ്പമാണ് രാഹുൽ എത്തിയതെന്നായിരുന്നു ആ ഇമെയിലിൽ പെൺകുട്ടി പറഞ്ഞിരുന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഒരിടത്തെത്തിച്ച് എതിർപ്പുകൾ അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ പെൺകുട്ടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. രക്ഷപ്പെടാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഈ ബലാത്സംഗം നടത്തിയതിനു ശേഷം വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഈ പെൺകുട്ടിയെ വീട്ടിലിറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുകയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു, ശല്യപ്പെടുത്തി. പേടി കാരണമാണ് ഒന്നും പുറത്തു പറയാതിരുന്നത് എന്നതാണ് പരാതിക്കാരി ഈ മൊഴിയിൽ പറയുന്നത്. SP പൂങ്കുഴലിയാണ് പരാതിക്കാരിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ അന്വേഷണ സംഘം കൈമാറി. നേരത്തെ KPCC പ്രസിഡന്റിനാണ് പെൺകുട്ടി ആദ്യം ഇമെയിൽ വഴി ഈ പരാതി നൽകിയത്. ഒപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിയുടെ കോപ്പി അയച്ചിരുന്നു. അതിനെ തുടർന്നാണ്
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസിന് നീങ്ങേണ്ടി വന്നത്. ഈ കേസിൽ ഈ ഇമെയിൽ അന്വേഷണ സംഘത്തിന് കൈമാറി അതിൽ കേസെടുത്തതിന് പിന്നാലെ ആണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നിലപാടെതിരായപ്പോൾ ഒറ്റ മിനിറ്റിനുള്ളിൽ കോൺഗ്രസ് ആ നടപടി പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ KPCC അധ്യക്ഷൻ പോലീസിന് ഈ പരാതി കൈമാറി. പോലീസ് അതിൽ കേസെടുത്തു. അജ്ഞാതമായ ഇമെയിലിൽ നിന്ന് വന്ന പരാതിയാണെന്നും സ്ഥലമോ കാലമോ വാദിയോ ഇല്ലാത്ത കേസാണെന്നും ഒക്കെയായിരുന്നു ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ആ ഇമെയിൽ വന്നത്. അതിൽ ആ പെൺകുട്ടി പേരോ വിവരങ്ങളോ ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ അറിയാമായിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പരാതി നൽകാനില്ല എന്നത് ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തെ SIT രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമെയിൽ വന്നപ്പോൾ അന്വേഷണ സംഘത്തിന് പെൺകുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയും അവർ മൊഴിയെടുക്കാൻ പെൺകുട്ടിയുടെ അനുവാദം തേടുകയും ചെയ്തു. ഒടുവിൽ പെൺകുട്ടി അതിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് തനിക്ക് ഭയമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേടിച്ചാണ് താൻ മിണ്ടാതിരുന്നത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞിരിക്കുന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഈ മൊഴി ഇല്ലാതിരുന്നിട്ടും അറസ്റ്റ് തടയുകയോ അങ്ങനെ ഒരു പരാമർശം നടത്തുകയോ ഇടപെടൽ നടത്തുകയോ ചെയ്തിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. മറ്റന്നാളാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇനി വിധി വരുന്നത്. മറ്റന്നാൾ വിധി വരും വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള G. പൂങ്കുഴലിയാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം മാത്രമാണ് നിലവിൽ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാനെതിരെയും പരാമർശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളെയും കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യമുണ്ട്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിലും രണ്ടാമത്തെ കേസിലും ഇപ്പോൾ മറ്റന്നാൾ വരെ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാകുന്നത് വരെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസെടുത്തതോടെ ഈ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുലിനെ കണ്ടെത്താനായി മറ്റൊരു പോലീസ് സംഘം കഴിഞ്ഞ ദിവസം കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അറസ്റ്റിനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ അറസ്റ്റ് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇപ്പോൾ അത് ആശ്വാസമാണ്. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി പരാതി നൽകുന്നത്. അന്ന് അവിടെ നിന്ന് മുങ്ങിയ രാഹുൽ ബംഗളൂരുവിൽ കർണാടകയിലൊക്കെ പല ഭാഗങ്ങളിലായി മാറി മാറി താമസിക്കുന്നു എന്നതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. പലയിടങ്ങളിലും ആഡംബരമായിട്ടുള്ള ജീവിതം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നയിക്കുന്നത്. മുതിർന്ന പല കർണാടകയിലെ മറ്റു മുതിർന്ന നേതാക്കളുടെ ഒക്കെ പിന്തുണ രാഹുലിന് ഈ ഒളിവ് ജീവിതത്തിന് ലഭിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിൽ ടവർ ലൊക്കേഷനുകളൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുകയുമാണ്. അപ്പോൾ അതിനെ തുടർന്ന് രാഹുലിന്റെ ഒളിസങ്കേതം കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട് എന്നതാണ് പുറമേക്ക് വരുന്ന വിവരം. അതേസമയം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്നതുകൂടി നമുക്കറിയാം. നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയമായി ഈ വിഷയം സജീവമായി നിലനിർത്താൻ വേണ്ടിയാണ് ഈ അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ആവർത്തിച്ച് നേതാക്കൾ UDF നേതാക്കൾ അക്കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സാധ്യമായ എല്ലാ വിധത്തിലുമുള്ള നിലപാടുകൾ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്
കോൺഗ്രസ് പറയുന്നത്. അതേസമയം സർക്കാർ ഈ അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിർത്താൻ ശ്രമിക്കുന്നു. അത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നതാണ് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ കോൺഗ്രസിന്റെ വലിയ പിന്തുണയിലാണ്. കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നതാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തെ നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. 2ാം ഘട്ടത്തിലും അത് തന്നെ സ്വാധീനം ഉറപ്പിക്കും എന്നതിന്റെ സൂചനകളാണ്. എന്തായാലും മറ്റന്നാൾ വരെ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള നടപടികളും മറ്റു കാര്യങ്ങളും അപ്പോൾ 2ാം ഘട്ടത്തെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതി നടപടികളുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാനിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന 2ാമത്തെ ബലാത്സംഗ കേസിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെ ഇന്ന് കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ മൊഴി AIG G. പൂങ്കുഴലി അതീവ രഹസ്യമായി നേരിട്ടെത്തി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിശദാംശങ്ങൾ അടക്കമാണ് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായി സൂചനകൾ അനുസരിച്ച് അതിക്രൂരമായ തരത്തിലുള്ള പീഡനം, ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള പീഡനം നടന്നുവെന്ന് യുവതി മൊഴി നൽകിയതായാണ് വിവരം. അതോടൊപ്പം തനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതായും അതുപോലും വകവെക്കാതെ ശാരീരികമായി തന്നെ അതിക്രമിക്കുകയായിരുന്നു എന്നുമൊക്കെ ഈ യുവതി ഈ പരാതിയിൽ പറയുന്നുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം KPCC അധ്യക്ഷന് ഇമെയിലായി അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മൊഴിയായും അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഐ വാണ്ട് ടു റേപ്പ് യു എന്ന പരാമർശം നടത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഈ അതിക്രമം നടത്തിയതെന്നും യുവതി അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. എന്തായാലും ഈ കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ ശക്തമായ തരത്തിൽ മുൻകൂർ ജാമ്യം നൽകരുതെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. അതുകൊണ്ടാണ് ഇത്രയധികം നാളിന് ശേഷം ഇങ്ങനെയൊരു പരാതി വരുന്നത് എന്ന കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഇരുഭാഗങ്ങളും കൃത്യമായി തന്നെ അവരവരുടെ വാദമുഖങ്ങൾ കോടതിക്ക് മുമ്പിൽ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കേസിന് പരിഗണിക്കുക വരുന്ന 10ാം തീയതിയായിരിക്കും. 10ാം തീയതി കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറ വിധി പറയും. എന്തായാലും അതിന് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുന്ന ഒരു വിധി സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമോ, അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലത്തേക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തുടർ നീക്കം വിധി വരുന്നതുവരെ ഉണ്ടാകില്ല എന്നാണ് വിവരം. അതീവ ഗൌരവത്തോടെ തന്നെയാണ് ഈ 2ാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ചോരുന്നു, അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ കൃത്യമായ ഒരു മുമ്പോട്ട് പോക്കുണ്ടായില്ല എന്നീ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന തലവനെ ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് DYSP A. സജീവനെ അന്വേഷണത്തിന് ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം G. പൂങ്കുഴലിയുടെ മേൽനോട്ടത്തിൽ പുതിയൊരു ടീമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി ഏകോപിപ്പിക്കുക. അതിന്റെ ഭാഗമായാണ് അജ്ഞാത കേന്ദ്രത്തിൽ ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കുന്നതിനിടയിൽ അതീവ രഹസ്യമായി യുവതിയിൽ നിന്ന് 2 വർഷം മുമ്പുണ്ടായ ദുരനുഭവങ്ങൾ AIG തന്നെ നേരിട്ട് മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക സംഘം ഈ വിഷയം അന്വേഷിക്കുമെന്ന് വരുന്നു. നമുക്കറിയാം, ആദ്യ കേസിൽ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമെങ്കിൽ ഇത് റേപ്പ് കേസാണ്, ബലാത്സംഗമാണ് ആരോപണം. കൂടുതൽ കടുത്ത ആരോപണങ്ങളാണ്. പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടും ശ്വാസതടസ്സം ഉണ്ടായിട്ടും തന്നെ പീഡിപ്പിച്ചു, ദേഹമാസകലം പരിക്കുപറ്റി, എനിക്ക് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന വലിയ ഗൗരവമുള്ള പരാതിയാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളാണ്. താൽക്കാലിക ആശ്വാസം മാത്രമാണ് രാഹുലിന് മുന്നിലുള്ളത്. അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെയുള്ള ഒരു തടസ്സം മാത്രമാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെക്കുറിച്ച് ലോക്സഭയിൽ ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ്. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചർച്ചയ്ക്ക് സഭയിൽ തുടക്കമിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്.
വന്ദേമാതരത്തിലെ ചില ഭാഗങ്ങൾ 1937 ഒഴിവാക്കിയെന്നും ഇതാണ് രാജ്യത്ത് വിഭജനത്തിന്റെ വിത്ത് പാകിയതെന്നും പ്രധാനമന്ത്രി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനം ഇന്ന് സഭയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. അത് വലിയ ബഹളത്തിനിടയാക്കി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗാനത്തിലെ പ്രധാന വരികൾ നെഹ്റു ഒഴിവാക്കി എന്നതാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. മുസ്ലിം ലീഗ് വന്ദേമാതരത്തെ ശക്തമായി എതിർത്തിരുന്നു എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ചവിടെ ചൂണ്ടിക്കാട്ടുന്നു. 1937 ഒക്ടോബർ 15 മുഹമ്മദ് അലി ജിന്ന ലക്നൌവിൽ വെച്ച് വന്ദേമാതരത്തിനെതിരെ മുദ്രാവാക്യമുയർത്തി. 5 ദിവസത്തിന് ശേഷമാണ് മുഹമ്മദ് അലി ജിന്നയുടെ വികാരത്തോട് താൻ യോജിക്കുന്നു എന്ന് വ്യക്തമാക്കി നേതാജി സുഭാഷ് ചന്ദ്രബോസിന് നെഹ്റു കത്തെഴുതിയത്. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വന്ദേമാതരം 2 വിഭജിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ചരിത്രം പറയുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കിയെന്നാണ്. ഇത് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള വഴിയായിരുന്നു എന്നതൊക്കെയാണ് പ്രധാനമന്ത്രി സഭയിൽ ഇന്ന് ഉന്നയിച്ചത്. പിന്നീട് കോൺഗ്രസിന് ലീഗിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു, ഇന്ത്യയുടെ വിഭജനത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നതായിരുന്നു പ്രധാനമന്ത്രി ആരോപിച്ചത്. അപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. നേരത്തെ അദ്ദേഹം സഭയ്ക്ക് പുറത്തിത് ഉന്നയിച്ചിരുന്നതാണ്. അത് കുറച്ചുകൂടി വിശദമായി സഭയിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര ശ്രമിച്ചാലും നെഹ്റുവിന്റെ സംഭാവനകളെ കരിവാരിത്തേക്കാൻ കഴിയില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ് ആണ് പ്രധാനമന്ത്രിക്ക് മറുപടി പറഞ്ഞത്. പിന്നീട് തുടർന്ന് മറ്റു പലരും ഈ വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നെഹ്റുവിനെയും കോൺഗ്രസ് പാർട്ടിയെയും പലതവണ പരാമർശിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നെഹ്റുവിന്റെ പേര് 14 തവണയും കോൺഗ്രസിന്റെ പേര് 50 തവണയും പറഞ്ഞു. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന് നെഹ്റുവിന്റെ പേര് 10 തവണയും കോൺഗ്രസിന്റെ പേര് 26 തവണയും പറഞ്ഞു. BJP എത്ര ശ്രമിച്ചാലും നെഹ്റുവിന്റെ മഹത്തായ സംഭാവനകൾ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമന്ത്രി തന്നെ നെഹ്റുവിന്റെ പേര് ഉദ്ധരിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരവ് ഗൊഗോയ് ഈ വിഷയത്തിൽ പറഞ്ഞ മറുപടി. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ അതേസമയം രൂക്ഷ വിമർശനങ്ങളും ഈ വിഷയം ചർച്ചയാക്കുന്നതിനെതിരെ ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വന്ദേമാതരത്തെക്കുറിച്ച് ലോക്സഭയിൽ എന്തിനാണ് ഈ 10 മണിക്കൂർ ചർച്ച എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലൂടെ നെഹ്റുവിനെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിനെതിരെ പുതിയ ഒരു ആയുധം സൃഷ്ടിച്ചെടുക്കാനുമൊക്കെയാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം രാജ്യത്ത് എന്തൊക്കെ മറ്റു വിഷയങ്ങളുണ്ട് എന്നതുകൂടി രാജ്ദീപ് സർദേശായി ചോദിക്കുകയാണ്. ഗോവ ക്ലബിലുണ്ടായ തീപിടുത്തം, ഇൻഡിഗോ പ്രതിസന്ധി, അങ്ങനെ വായുമലിനീകരണം, ഡൽഹിയിലെ വായുമലിനീകരണം തുടങ്ങി സഭയിൽ ചർച്ച ചെയ്യാൻ എത്രയോ വിഷയങ്ങളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാകുമോ എന്നതാണ് ഈ വിഷയത്തിൽ രാജ്ദീപ് സർദേശായി ചോദിച്ചത്. 150ാം വാർഷികം എന്ന് പറഞ്ഞ് ചർച്ച നടത്തുമ്പോൾ പോലും എന്താണ് ഈ ചർച്ചയുടെ പ്രാധാന്യം, എന്താണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വിഭജനത്തെക്കുറിച്ച് പറയാനും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനും അപ്പുറം എന്തെങ്കിലും അർത്ഥവത്തായ ചർച്ചയാണോ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. ലൈവ് 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.